Hello, welcome back to my channel. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ഉണ്ട്, അതുപോലെ തന്നെ അൺബോക്സിംഗ് വീഡിയോയും കൂടി ഉണ്ട് ട്ടോ. നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഞാൻ അത് ലാസ്റ്റ് ആണ് കാണിക്കുന്നത്, വീഡിയോന്റെ ലാസ്റ്റ്. അപ്പോൾ വീഡിയോ എന്തായാലും ലാസ്റ്റ് വരെ കാണാം ട്ടോ. പിന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി പാലക് പരിപ്പ് കറിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ട്ടോ. അധികം പണിയൊന്നുമില്ല, മെനക്കെടൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് റെഡിയാക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾന്ന് വേണം പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ പാലക്കൊക്കെ തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ തണ്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല, ഇല മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇല ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ അത് നന്നായിട്ട് കഴുകി വെച്ചതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് നോക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ തണ്ടെല്ലാം മുറിച്ച് മാറ്റാണ്. എന്നിട്ട് ഇല ഒന്ന് മടക്കി വെച്ചിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കുക കേട്ടോ. നമ്മൾ ചീരൻ്റെ എല്ലാം അരിയില്ല, അതേപോലെ ഒന്ന് അരിഞ്ഞു കൊടുക്കുക. ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഇലകളും അരിഞ്ഞെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് പരിപ്പാണ്. ഞാനിപ്പോൾ കടലപ്പരിപ്പിനേക്കാളും ഒന്നും കൂടി ചെറുതായിട്ടുള്ള പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ സാമ്പാറിനൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ പരിപ്പാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപ്പ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. എന്നാലും ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരിപ്പ് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളക് നെടുകെ കീറിയിട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എത്ര വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറവാണെങ്കിൽ നമുക്ക് ഇനി പിന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, പരിപ്പിൻ്റെ മുകളിലായിട്ടൊന്ന് പൊന്തിക്ക് എടുക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമ്മളിത് വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കറി ഒരുപാട് ലൂസായി പോവും. അപ്പോൾ ഇത്ര മാത്രം വെള്ളം ഒഴിച്ചാൽ മതി, പരിപ്പിൻ്റെ മുകളിൽ പൊന്തിക്കെടുക്കുന്ന ഒരു രീതിയിൽ. ഇനി ഇത് 2 വിസിലിൽ നിന്ന് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പരിപ്പൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 വിസിലിന് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പരിപ്പ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപ്പ് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഞാനൊരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകല്ലേ, അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. അതൊന്ന് പൊട്ടുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം. വേപ്പില ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ, ഞാൻ ഒരുപാട് പേസ്റ്റ് ആക്കിയിട്ടില്ല. ഒരു 2 ടേബിൾ സ്പൂണോളം അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. പച്ചമുളകം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുമ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിതിന് പകരം ചെറിയുള്ളി വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ചെറിയുള്ളി ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ കുറേ തൊലിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ സവാള ചേർത്ത് കൊടുക്കുന്നത്.
എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിലേക്കൊന്ന് സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. സവാള പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, നമ്മൾ പരിപ്പിൽ ഉപ്പ് ചേർത്തിട്ടല്ലോ വേവിച്ചിട്ടുള്ളത്, അപ്പോൾ കൂടി പോണ്ട, ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു പച്ചമണക്കം മാറുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്യുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് 2 ചേർത്ത് കൊടുക്കുന്നത്. വലുതാണെങ്കിൽ 1 ചേർത്താൽ മതി കേട്ടോ. തക്കാളി നന്നായിട്ട് ചെറുതാക്കി അരിയുക, അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പാലക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ പാലക്കിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ. അധികം സമയമൊന്നും വേണ്ടി വരില്ല. അടച്ച് വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഈ ഇലക്കൊന്ന് ഒന്ന് ചുരുങ്ങി വരും കേട്ടോ. പാലക്ക് നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്, നന്നായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. വേവിക്കുമ്പോൾ ഒഴിച്ചാൽ വെള്ളത്തോടുക്കനെ തന്നെയാണ് കേട്ടോ ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. എനിക്കിപ്പോൾ ഉപ്പ് കുറവായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, ഒരു കളറിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കാശ്മീരി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. കറിയൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇത് അധികം സമയമൊന്നും വേണ്ട ഈ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഒരു 5 മിനിറ്റ് ഇതുപോലെ തിളപ്പിച്ചെടുക്കുമ്പോഴത്തേന് കറി റെഡിയാവും കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കുക. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്ന് അടച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള പാലക് പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓണിയനും വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു മെഷീനാണ്. ഇത് ഞാൻ ആമസോണിൻ്റെ അകത്തു നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ആമസോണിൽ ഇപ്പോൾ 30% ഓഫറിലാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. 1400 രൂപക്കാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കിത് കണ്ടപാടേണ്ടത് ഓപ്പൺ ചെയ്ത് നോക്കാൻ തോന്നി. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി ഞാൻ അത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ബോക്സ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു കാറ്റലോഗ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഉണ്ടോ, ഇതിലിങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് എടുത്തു നോക്കാം കേട്ടോ. നമുക്ക് ഉള്ളിയൊക്കെ അരിയുമ്പോൾ കണ്ണൊക്കെ എരിയാറില്ലേ, അപ്പോൾ ഞാൻ മെയിനായിട്ട് വാങ്ങിയിട്ടുള്ളത് അതിനാണ് കേട്ടോ. ഉള്ളി അരിയാൻ വേണ്ടിയിട്ടാണ്. കാരണം കണ്ണ് നീറിയിട്ട് നിൽക്കാൻ പറ്റില്ല ഉള്ളി അരിയുന്ന സമയത്ത്. ഉള്ളി മാത്രമല്ല, നമുക്ക് വെജിറ്റബിൾസും കാര്യങ്ങളെല്ലാം നമുക്കിതിൽ കട്ട് ചെയ്യാം. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഏത് വെജിറ്റബിൾസ് ആയിക്കോട്ടെ എല്ലാം നമുക്കിതിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ മെഷീൻ വരുന്നത്.
ഇനി ഒരു മെഷീനും കൂടി ഉണ്ട് കേട്ടോ ജാറായിട്ട് വരുന്നത്, കാണിച്ചു തരാം. നല്ല ക്യൂട്ടായിട്ടാണ് അതിരിക്കുന്നത്. ഞാനത് കുറേ ആയി ഇത് വാങ്ങണം എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇന്നാണ് ഞാനിത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇന്ന് തന്നെ എൻ്റെ കയ്യിൽ കിട്ടുകയും ചെയ്ത്, സ്പീഡ് പോസ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ്, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഉള്ളി കാര്യങ്ങൾ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് ചെയ്യേണ്ടത്. ഇതാണ് അതിൻ്റെ ബ്ലേഡ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം, ഉള്ളിയൊക്കെ കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 500 ml ജാറാണ് കേട്ടോ. നിങ്ങൾക്കിത് വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഇപ്പോൾ 30% ഓഫറിനാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. 1400 രൂപയാണ് കേട്ടോ എനിക്കായിട്ടുള്ളത്. എനിക്കിത് നല്ല ഉപകാരമായിട്ട് തോന്നി. കാരണം നമ്മൾ വീട്ടിൽ കൂടുതൽ ജോലി എളുപ്പമാക്കാൻ ഇത് സഹായിക്കുന്നതാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. കാരണം ഉള്ളി വെജിറ്റബിളൊക്കെ ആയിട്ട് കൂടുതൽ സമയം കളയാറുണ്ടല്ലോ. അപ്പോൾ അതിനൊരു നല്ലതായിരിക്കും. എനിക്കെപ്പോഴുള്ള പ്രശ്നമാണ് ഉള്ളി അരിയുന്ന സമയത്ത് കണ്ണ് നീറിയിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതിനാണ് ഞാൻ മെയിനായിട്ട് ഇത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിലെങ്ങനെ ഇപ്പോൾ ഉള്ളിയൊക്കെ കട്ട് ചെയ്യണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ബ്ലേഡ്. 4 ബ്ലേഡായിട്ടാണ് വരുന്നത്. നമുക്ക് മേലത്തെ ഒരു ബ്ലേഡ് വേണമെങ്കിൽ ഊരി വെക്കാൻ പറ്റും കേട്ടോ. നമുക്കൊരു ബ്ലേഡ് മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നല്ല മൂർച്ചയുള്ള ബ്ലേഡാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ജാറും ബ്ലേഡൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കാണുന്ന പോയിൻ്റ് ഇല്ലേ, അതുമല്ലാണ് നമുക്ക് ഈ ബ്ലേഡ് വെച്ച് കൊടുക്കേണ്ടത്. ഒന്ന് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് സവാളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് എങ്ങനെ ഇത് കട്ട് ചെയ്യണമെന്നൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി ഇതിൻ്റെ കൂടെ ഇതുപോലത്തെ ഒരു മൂടി ഉണ്ടാവും. ആ മൂടി വെച്ചിട്ട് ഇതൊന്ന് മൂടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെഷീന്. നമുക്ക് ഈ മെഷീന് മുകളിൽ വെച്ചിട്ട് ഉള്ളിയൊക്കെ ഒന്ന് അരച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ പിന്ന് വരുന്നത് സാധാ പിന്ന് തന്നെയാണ്. നമുക്ക് 3 പിന്നിൻ്റെ ആവശ്യമൊന്നുമില്ല. സാധാ പ്ലഗ്മലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നമുക്കിതിൻ്റെ മേലെ ഇത് വെച്ചിട്ട് നമുക്ക് ഈ പിന്നൊന്ന് സ്വിച്ച് ബോർഡിലൊന്ന് കുത്തി കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഈ മുകൾ ഭാഗത്ത് നിന്ന് ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. 1-2 പ്രാവശ്യം നിൽക്കുമ്പോൾ നമുക്ക് ഉള്ളി വലുതായിട്ടാണ് കിട്ടുക. അതിൽ നിങ്ങൾക്ക് ഉള്ളി ചെറുതായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. അപ്പോഴത്തേനും ഉള്ളി നന്നായിട്ട് ചെറുതായി കിട്ടും കേട്ടോ. ഇതുപോലെ ഒന്ന് നെക്കി കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ നമുക്ക് തക്കാളിയും എല്ലാ വെജിറ്റബിൾസും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾക്ക് ഈ മെഷീൻ ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഈ മൂടിയും അതിനുള്ളിലുള്ള ബ്ലേഡൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഉള്ളി ഒരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. എനിക്കിപ്പോൾ ഉള്ളി നന്നായിട്ട് ചെറുതായിട്ടാണ് വേണ്ടിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ബൗളിലേക്ക് മാറ്റാം കേട്ടോ. ഉള്ളി നന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. നമുക്കധികം സമയം മെനക്കേടും ഇല്ല, കണ്ണെരിയും ഇല്ല. ഇനി ഇതിൽ ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് തക്കാളിയാണ് കേട്ടോ. തക്കാളി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പകുതി മുറിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി മേലെ കാണുന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വലുതായിട്ടാണ് കട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ 1-2 പ്രാവശ്യം നിൽക്കുക. ചെറുതായിട്ടാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി കേട്ടോ.
അപ്പോൾ എല്ലാതും ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് പ്രോഡക്റ്റ് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.